നമസ്കാരം. കുടിയേറ്റ നിയന്ത്രണത്തിന്റെ ഭാഗമായി വിസ ഫീസ് വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ബ്രിട്ടീഷ് സർക്കാർ. അടുത്ത മാസം മുതൽ സന്ദർശനത്തിനോ താമസിക്കുന്നതിനോ പഠനത്തിനോ തൊഴിലിനോ ആയി ബ്രിട്ടനിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്നവർക്ക് വിസ ഫീസ് ഇനത്തിൽ 27,930 രൂപ വരെ അധികമായി നൽകേണ്ടി വരും. കുടിയേറ്റം നിയന്ത്രിക്കുന്നതിനായി ഒരുപടി പുതിയ നിയമങ്ങളാണ് സർക്കാർ ആവിഷ്കരിക്കുന്നത്. റെഫ്യൂജി സ്റ്റാറ്റസിൽ വരുന്ന മാറ്റം, അഭയ അപേക്ഷകൾ നിരസിക്കപ്പെട്ട അഭയാർത്ഥികൾക്ക് 12,58,100 രൂപ വീതം നൽകി രാജ്യം നിർദ്ദേശിക്കൽ, അനധികൃതമായി ജോലി ചെയ്ത് പിടിക്കപ്പെടുന്നവർക്ക് സർക്കാർ ചെലവിലുള്ള താമസം നിഷേധിക്കുക തുടങ്ങിയവയൊക്കെ അതിന്റെ ഭാഗമായിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാൻ, കാമറൂൺ, മ്യാൻമർ, സുഡാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് സ്റ്റുഡന്റ് വിസ നൽകുന്നതിൽ ഇപ്പോൾ തന്നെ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടങ്ങളിൽ നിന്നും സ്റ്റുഡന്റ് വിസയിൽ ബ്രിട്ടനിലെത്തി അഭയത്തിനായി അപേക്ഷിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചതോടെയാണ് ഈ നടപടിയെന്ന് ഹോം സെക്രട്ടറി ഷബാന മെഹ്മൂദ് വ്യക്തമാക്കി കഴിഞ്ഞു. 7% വരെ വർദ്ധിപ്പിച്ച പുതിയ വിസ നിരക്കുകൾ ഏപ്രിൽ 8 മുതൽ പ്രാബല്യത്തിൽ വരും. 6 മാസം വരെ ഹ്രസ്വകാല സന്ദർശനത്തിനായി ബ്രിട്ടനിൽ എത്തുന്നവർക്കുള്ള വിസ ഫീസിൽ 1,006 രൂപയുടെ വർധനവാണ് ഉണ്ടാവുക. അതേസമയം 2 വർഷം വരെ ബ്രിട്ടനിൽ താമസിക്കാൻ കഴിയുന്ന സന്ദർശക വിസകളുടെ നിരക്കിൽ 3,900 രൂപയുടെ വർധനവുണ്ടാകും. 5 വർഷത്തെ വിസയിൽ 6,919 രൂപയുടെയും 10 വർഷത്തെ വിസയിൽ 8,681 രൂപയുടെയും വർധനവായിരിക്കും ഉണ്ടാവുക. ബ്രിട്ടീഷ് പൗരത്വത്തിനുള്ള അപേക്ഷയ്ക്ക് 13,084 രൂപയുടെ വർധനവായിരിക്കും ഉണ്ടാവുക. വിദേശികൾക്ക് ബ്രിട്ടനിൽ താമസിക്കുന്നതിനും ജോലി ചെയ്യുന്നതിനും കുടുംബത്തോടൊപ്പം ചേരുന്നതിനും അതുവഴി ബ്രിട്ടനിൽ സ്ഥിരതാമസത്തിനുമുള്ള ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമെയിൻ അഥവാ ILR ലഭിക്കുന്നതിനും സഹായിക്കുന്ന റൂട്ട് ടു സെറ്റിൽമെന്റ് വിസകളുടെ നിരക്കും വർദ്ധിക്കും. ഒരു സാധാരണ റൂട്ട് ടു സെറ്റിൽമെന്റ് വിസയുടെ നിരക്ക് ഇത് ആദ്യമായി 2.51 ലക്ഷം രൂപയിലധികമായി വർദ്ധിക്കുകയാണ്. നിലവിൽ 2,43,820 രൂപയുള്ള വിസയ്ക്ക് ഏപ്രിൽ 8 മുതൽ 2,59,672 രൂപയായി വർദ്ധിക്കും. ഇതുപോലെ UK ഒരു ബന്ധുവിന്റെ മേൽനോട്ടത്തിൽ ജീവിക്കുന്നവർക്കുള്ള വിസയുടെ നിരക്ക് 27,930 രൂപ എന്നത് വർദ്ധിച്ച് 4,57,320 രൂപയായി ഉയരും. അതേസമയം അഭയാർത്ഥികളുടെ ആശ്രിതർക്കുള്ള റൂട്ട് ടു സെറ്റിൽമെന്റ് വിസയുടെ ഫീസ് 3,523 രൂപ വർദ്ധിച്ച 56,866 രൂപയാകും. തൊഴിലാളികൾക്കും ആശ്രിതർക്കുമുള്ള മറ്റു പല വർക്ക് വിസകളുടെ ഫീസും വർദ്ധിപ്പിക്കും. ഉദാഹരണത്തിന് UK പുറത്തുനിന്ന് അപേക്ഷിക്കുന്നവർക്ക് 96,748 രൂപ ഫീസ് വരുന്ന സ്കിൽഡ് വർക്കർ വിസയുടെ ഫീസ് ഏപ്രിൽ 8 മുതൽ 6,290 രൂപ വർദ്ധിപ്പിച്ച് 1,03,038 രൂപയായി തീരും. ഒരു സാധാരണ സ്റ്റുഡന്റ് വിസ ഫീസ് 4,277 രൂപ വർദ്ധിച്ച് 70,202 രൂപയും ആകും. ഗ്രാജുവേറ്റ് റൂട്ട് വിസകളുടെ ഫീസ് 1,10,713 രൂപയിൽ നിന്നും 1,17,884 രൂപയാകും വർദ്ധിക്കുക. ബ്രിട്ടനിലേക്കുള്ള കുടിയേറ്റം കർശനമായി നിയന്ത്രിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാർ വിസ നിരക്കുകൾ കുത്തനെ കൂട്ടുന്നത്. ഏപ്രിൽ 8 മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഈ മാറ്റങ്ങൾ വിദ്യാർത്ഥികൾ, ഉദ്യോഗാർത്ഥികൾ, സന്ദർശകർ എന്നിവരെ സാമ്പത്തികമായി കാര്യമായി ബാധിക്കും. സന്ദർശക വിസകൾ മുതൽ പൗരത്വത്തിനുള്ള അപേക്ഷകൾ വരെ പുതിയ നിരക്കിന്റെ പരിധിയിൽ വരും. ഇതിനു പുറമെ അഭയാർത്ഥി നിയമങ്ങളിൽ കൊണ്ടുവന്ന മാറ്റങ്ങളും ചില രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് സ്റ്റുഡന്റ് വിസ നിഷേധിച്ചതും ബ്രിട്ടീഷ് സർക്കാരിന്റെ കർശനമായ നിലപാടാണ് വ്യക്തമാക്കുന്നത്. ചുരുക്കത്തിൽ വരും കാലങ്ങളിൽ ബ്രിട്ടനിലേക്കുള്ള പ്രവേശനം കൂടുതൽ ചെലവേറിയതും നിയമക്കുരുക്കുകൾ നിറഞ്ഞതുമായി മാറും.